അപ്പോൾ അതിനെ കുന്തിയുടെ നിർബന്ധം കൊണ്ടും ഈ ഗ്രാമത്തിന് തന്നെ ബഗൻ എന്ന് പറയുന്ന ശാപം ഒഴിഞ്ഞു പോകും എന്നതുകൊണ്ടും ഇത് രാജാവ് അമർച്ച വരുത്തേണ്ടതാണ്. ഇവനെ രാജാവ് അമർച്ച വരുത്തുന്നില്ല, രാജാവ് നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ല, രാജാവിൻ്റെ കുടുംബജീവിതം നോക്കി കഴിഞ്ഞു കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഈ ആപത്ത് വന്നത്. അപ്പോൾ ഈ സദ്ഭരണത്തെക്കുറിച്ചും ദുർഭരണത്തെക്കുറിച്ചുമൊക്കെ ഈ ബ്രാഹ്മണൻ സംസാരിക്കും. അതൊക്കെ നീണ്ട ദീർഘമായ സംഭാഷണങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതോടുകൂടി ഗ്രാമത്തിൻ്റെ ശാപം പോലെ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ വിപത്ത്, ബഗൻ എന്ന വിപത്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതിൽ എനിക്കുറപ്പുണ്ട്, നിങ്ങളതിന് വിഘാതം നിൽക്കരുത്, നിങ്ങൾ അവന് അവസരം കൊടുക്കുക, അവനത് കാണിച്ചു തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭീമൻ എഴുന്നേറ്റു. രണ്ട് കാര്യങ്ങളാണ് ഭീമന്. ഒന്ന്, ഒരു ദ്വന്ദ്വയുദ്ധം കിട്ടും, ഒരു മല്ലയുദ്ധം. രണ്ട്, ഒരു വണ്ടി ചോറാണ് അവിടെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതേ. അത് ആര് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ചാണ് തീർക്കാം. അപ്പോൾ ഒരു വണ്ടി ചോറും അതിനനുസരിച്ച അതിൻ്റെ അനുസാരികളും കിട്ടും. പിന്നെ പോത്തിനെ ഭീമന് വേണ്ട. അപ്പോൾ പോത്തിൻ്റെ കാര്യത്തിന് പോവുകയും ചെയ്യാം. അങ്ങനെ പോത്തും സ്വതന്ത്രമായി ഭക്ഷണമെല്ലാം പെറുക്കി വെച്ച് പോത്തിനെ ഓടിച്ച് ഭീമനങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ സമയം വൈകി. ഇവരിങ്ങനെ തർക്കിച്ച് നിൽക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് സമയം വൈകിയത് കൊണ്ട് ബഗൻ വന്ന് അവൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ താമസിച്ചാൽ എന്ത് പറ്റും? വന്ന് ആ വീട്ടിലുള്ള എല്ലാവരെയും പിടിച്ചതിന് ആണ്. അതിനാണ് ഈ ഒരാളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പോകണ്ടെന്ന് വിചാരിച്ചാൽ ആ വീട്ടിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇവൻ വന്ന് പിടിച്ച് തിന്നും. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഈ രണ്ട് പോത്തിനെയും ഭക്ഷണമായിട്ട് ചെല്ലണം എന്നതാണ് വ്യവസ്ഥ. അപ്പോൾ താമസിച്ചതുകൊണ്ടൊന്ന് അദ്ദേഹം ഒന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാം, തിന്നാൻ പറ്റിയ ഒരു ചരക്കാണ് അതിനകത്ത് ഇരിക്കുന്നത്. കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. നോക്കുമ്പോൾ എന്താണ്? ഭീമനിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, മത്തങ്ങ പോലെ ഉരുട്ടിയിട്ട്. വാവളിച്ച് വെറുതെ വായിലേക്കെടുത്ത് അങ്ങ് ഇടുക. ഈ ഉപ്പുമാങ്ങാഭരണിയിലേക്ക് ഉപ്പുമാങ്ങ എടുത്തിടുന്ന പോലെ ചവയ്ക്കുന്ന പോലുമില്ല. ഉപ്പുമാങ്ങാഭരണിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പുമാങ്ങാഭരണിയിലേക്ക് മാങ്ങ എടുത്തിടുന്നത് പോലെ, കഴുകിയ മാങ്ങ എടുത്തിടുന്നത് പോലെ ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് ഈ ഭക്ഷണം അകത്താക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ക്രോധം സമുജ്വലിച്ചു. ഓടി ഇങ്ങോട്ട് വന്ന് മുതുകത്തോട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. അങ്ങനെ ഇടി കൊണ്ടതായിട്ടേ ഭീമൻ, ഊണിന് തടസ്സം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടി കൊണ്ടതായിട്ടേ ഭീമൻ അനുഭവപ്പെട്ടതായിട്ടേ അദ്ദേഹം ഭാവിച്ചില്ല. അപ്പോൾ ഇയാൾക്കൊരു അത്ഭുതമായി. ഇവനാരടാ, എൻ്റെ ഒരു ഇടി കണ്ടിട്ട് കുലുങ്ങാതിരിക്കുകയോ? ഒറ്റ ഇടിക്ക് തന്നെ രക്തം കൊണ്ടതാണ്. അങ്ങനെ ഒരു ഇടി കൊണ്ടിട്ട് കുലുങ്ങാതിരുന്ന് വീണ്ടും ഭക്ഷണം കഴിച്ച് തീർക്കുക. കൊള്ളാമല്ലോ. ഉള്ളിലൊരു അഭിനന്ദനം തോന്നി. പിന്നെയും ഇടിച്ചു, പിന്നെയും അനങ്ങിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് തീർന്ന് ഇവനെ നോക്കി പുറകോട്ടൊന്ന് പുറകുന്നൊന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകോട്ട് നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ എച്ചിൽ കൈകൊണ്ട് ഒറ്റ അടിയാണ്. അടിക്ക് തെറിച്ച് ദൂരെ പോയി. നമ്മുടെ സിനിമാ സംവിധായകന്മാർക്കുള്ള അവസരം വരികയാണ്. പിന്നെയും ഇങ്ങനെ ഒട്ടേറെ അവസരങ്ങളാണ് സംവിധായകന്മാർക്ക്. മഹാഭാരതം സീരിയൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാനിപ്പോൾ അത് അങ്ങനെ മുഴുവൻ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. അവൻ അവിടെ നിന്ന് വലിയൊരു പാറക്കല്ലും പൊക്കിക്കൊണ്ടാണ് വരുന്നത്. ആ പാറക്കല്ല് കൊണ്ട് ഭീമൻ്റെ തലയിൽ ഇടിച്ചു. പാറ പൊടിഞ്ഞു പോയി. പാറ പൊടിഞ്ഞില്ലായിരിക്കും, പക്ഷേ പാറ പൊടിഞ്ഞു പോയി. അത് കുന്തി പറയും, പിന്നീട് പറയും കുന്തിയത്. ഇങ്ങനെ പാറക്കല്ല് കൊണ്ട് തലയിൽ ഇടിച്ചു. പഴയതുപോലെ തന്നെ ഒരു യുദ്ധം, ഹിഡുമ്പനുമായിട്ട് നടന്നതുപോലെ തന്നെയുള്ള ഒരു യുദ്ധം അവിടെ സംജാതമാവുകയാണ്. ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഹിഡുമ്പനെ കൊന്നതുപോലെ തന്നെ ഇവനെയും എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് അവൻ താഴത്തേക്ക് വന്നപ്പോൾ കാലിൻ്റെ മുട്ട് കാണിച്ചു കൊടുത്തു. കാലിൻ്റെ മുട്ടിലേക്ക് മലന്ന് വന്ന് വീണപ്പോഴേക്കും ഒരു ഒടിക്കൽ. അതോടെ മറ്റേതുപോലത്തെ തന്നെ ശബ്ദത്തിൽ, പൊട്ടിയ പെരുമ്പറ അടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദത്തിൽ ഇവൻ വല്ലാത്തൊരു കാറൽ കാറി. ആ കാറൽ എന്ത് സംഭവിച്ചു? ആ ഗ്രാമം മുഴുവനും കേട്ടു. അപ്പോൾ ബ്രാഹ്മണന് മനസ്സിലായി, മറ്റവനെ തട്ടിയിട്ടുണ്ടോ, ഇനി തിരിച്ചാണോ എന്നും കൂടി അദ്ദേഹത്തിന് ഹൃദയത്തിൽ സംശയം ഉണ്ടായിരുന്നു. കുന്തിക്കുള്ള ഉറപ്പ് ബ്രാഹ്മണനില്ലല്ലോ. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞ് ഭീമൻ ഈ വണ്ടിയുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഭീമന് നല്ല സ്വീകരണമായിരുന്നു. ഇത് ഭീമനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല, ഭീമനാണെന്ന് വെളിപ്പെടുത്താനും നിവൃത്തിയില്ല. അതൊരിക്കലും വെളിവാകരുത് എന്ന് കുന്തിക്ക് നിർബന്ധമുണ്ട്. എന്താണ് കാരണം? അറിഞ്ഞാൽ പടയെടുത്ത് അവിടെ നിന്ന് ദുര്യോധനാദികളെത്തും. ഇവർക്ക് പടയില്ല,
അതാണ് കാരണം. അതുകൊണ്ടാണ് ഇത് അറിയിക്കാത്തത്. ഇത് പാണ്ഡവന്മാരും ഭീമനുമാണ് ഇതെന്ന് പറയാത്തതും ഞാൻ കുന്തിയാണ് എന്ന് കുന്തി പറയാത്തതിനും കാരണം ഇതാണ്. ഒളിവ് ജീവിതമാണ്. തിരിച്ചു വന്ന ഭീമനെ എല്ലാവരും കൂടി സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. രാത്രി അടുക്കാറായി. മറ്റ് 4 പേരും തെണ്ടലും കഴിഞ്ഞ് തെണ്ടിയ ഭക്ഷണമായിട്ട് വന്നപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ധർമ്മപുത്രർക്ക് അസാധാരണമായ കോപമുണ്ടായി. അമ്മ എന്തൊരു മൗഢ്യമാണ് ഈ കാണിച്ചത്. ആകെ ഒരു രക്ഷ നമുക്കിപ്പോഴുള്ളത് അവൻ മാത്രമാണ്. അങ്ങനെയുള്ള അവനെ ഈ രാക്ഷസനായിട്ട് പൊരുതാൻ എന്തിനു പറഞ്ഞയച്ചു? അതും ഇത്രയും പ്രസിദ്ധനായ ഒരു രാക്ഷസൻ, ഇത്രയും ശക്തനായ ഒരു രാക്ഷസൻ. എന്തെങ്കിലും അബദ്ധം പറ്റി അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതഗതി എന്താകുമായിരുന്നു? മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞു. അതാണ് കുന്തി. ധർമ്മപുത്രർ വലിയ യോഗ്യനും ധർമ്മിഷ്ഠനുമൊക്കെ ആണെങ്കിലും കുന്തിയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തപ്പോൾ ആ മകനെ ശാസിക്കേണ്ട രീതിയിൽ തന്നെ ശാസിക്കുകയും ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ ധർമ്മപുത്രർ നെരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ മിണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവനിങ്ങനെ തോളിലേക്ക് ഇടുന്ന സമയത്ത് എങ്ങനെയോ എൻ്റെ കൈ പിഴച്ച് ഇവൻ താഴത്ത് വീണതൊരു പാറയുടെ മുകളിലായിരുന്നു. പാറ പൊടിഞ്ഞുപോയി. അതാണ് ഇവൻ്റെ ശക്തി. അവനൊരാപത്തും പറ്റില്ല, അവനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. പിന്നെ അശരീരം ഉണ്ടായിരുന്നു, അവനെ കൊല്ലാൻ സാധിക്കില്ല. ആ ഉറപ്പിലാണ് ഞാൻ അവനെ വിട്ടത്. അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നാം താമസിക്കുന്ന വീടാണ്. ആ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ആശ്രയം തന്ന വീട്ടിന് ഒരാപത്ത് സംഭവിച്ചിരിക്കുന്നു. അവരുടെ വീട്ടിലെ ഒരാൾ ബലി കൊടുക്കത്തക്ക വിധത്തിലുള്ള വിപത്ത് വന്നിരിക്കുന്നു. ആ വിപത്ത് നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. മരിച്ചാൽ മരിക്കും നാം എല്ലാവരും. അപ്പോൾ ആപത്തിൽ അവരെ സഹായിക്കുക എന്നത് എനിക്ക് ഒരിക്കലും സഹായിക്കാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ യദുവിൻ്റെ കുലത്തിൽ ജനിച്ചവളാണ്, അതിൽ ഞാൻ മടിക്കില്ല. നീവതെ എന്ന് പറയും. പിന്നെ ധർമ്മപുത്രർ ഒന്നും മിണ്ടിയില്ല. ഇവരുടെ ഈ കുന്തി ഏതെങ്കിലും തരത്തിൽ ഇവർ പാണ്ഡവരാണെന്നും കുന്തിയാണെന്നും സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അത് ഹസ്തിനപുരിയിലെ ഹസ്തിനപുരിയിലെ ജനങ്ങള് ഈ കുന്തിയും പുത്രന്മാരും മരിച്ചു എന്നുള്ള ദുഃഖത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. തങ്ങളുടെ രാജ്ഞിയും തങ്ങൾ ഇഷ്ടപ്പെടുന്ന പാണ്ഡുവിന്റെ മക്കളും ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് അവര് വളരെ ആഘോഷത്തോടുകൂടെ ആഘോഷിക്കുകയും ദുര്യോധന യുദ്ധത്തിനൊരു അവസരം അവിടെ ഉണ്ടാവുമോ? കാരണം ജനങ്ങൾ അവിടെ ഇടപെടില്ലേ ഈ പ്രശ്നത്തില്? ജനങ്ങൾ ഏത് തരത്തിൽ ഇടപെടും? അല്ല, ദുര്യോധന യുദ്ധം ചെയ്യാൻ വന്നാൽ ജനങ്ങളുടെ ഒരു വലിയ ശക്തമായ പ്രതികരണം ഉണ്ടാവില്ലേ? അതിന് പ്രതികരണം ഉണ്ടാകും. പ്രതികരണം ഭാവിക്കുന്നില്ലെങ്കിലും. കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് എന്നും അസംഘടിത ഭൂരിപക്ഷമാണ്. സൈന്യവുമായിട്ടാണ് ദുര്യോധനൻ നിൽക്കുന്നത്. ജനങ്ങളെ സൈന്യം നേരിടും. ഒരാൾ വീണാൽ മതി, ഒരാളെ കൊന്നാൽ മതി, ജനങ്ങൾ തിരിഞ്ഞോടും. ഇത്രയുള്ളൂ ജനങ്ങളുടെ കാര്യം. പിന്നെ അത് മനസ്സിലിരിക്കും, ഈ ചെയ്തതൊക്കെ അധർമ്മമാണ്. മിണ്ടിപ്പോരെന്ന് പറഞ്ഞാൽ മിണ്ടിപ്പോകില്ല. ഹിരണ്യായ നമഃ എന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു ഹിരണ്യകശിപു. ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ജപിക്കാൻ. പക്ഷെ എല്ലാവരും ജപിച്ചു. എന്നിട്ട് എല്ലാ വീടിൻ്റെയും അവിടെ പോയി പരിശോധിക്കും, ഇവർ ഹിരണ്യായ നമഃ എന്ന് തന്നെയാണോ ജപിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ആളെ നിർത്തി. സ്റ്റാലിൻ്റെ ഒരു വളരെ പൂർവ്വകാലത്തുള്ളൊരു സഹോദരനാണ് ഹിരണ്യനെ. ഹിരണ്യായ നമഃ എന്ന് ജനിക്കാൻ കൂടും. ആർക്കതിനെ ഇല്ലാതെയാക്കാൻ നോക്കും? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ സ്വാതന്ത്ര്യ സമര നായകനും രാജ്യത്തിൻ്റെ ആത്മാവുമായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിനേക്കാൾ പ്രിയപ്പെട്ട ഇന്ദിര പ്രിയദർശിനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആരെന്ത് ചെയ്തു? നമ്മൾ വെറുതെ പ്രജകളല്ലല്ലോ, ആണോ? സ്വാതന്ത്ര്യമുണ്ട്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരിയാണെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ആരും വിചാരിക്കുന്നുമില്ല. വലിയ ആളുകളുണ്ടായിരുന്നു, വളരെ വലിപ്പമുള്ള ഇന്ത്യയെ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പാകത്തുള്ള ആളുകൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. പ്രതിഭാശാലികളും ഭാവനാശാലികളും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയും എല്ലാം പിടിച്ചകത്താക്കി. ആരെന്ത് ചെയ്തു? ആരും ഒന്നും ചെയ്തില്ല. ചില പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പോയി തല്ലുകൊണ്ടു, വേറെ ചില സംഘടനക്കാരും പോയി തല്ലുകൊണ്ട് അവർ നിർത്തി. അടിയന്തരാവസ്ഥ 19 മാസം അങ്ങനെ നീണ്ടുപോയി. ആരും ഒന്നും ചെയ്തില്ല. അധികാരത്തിൻ്റെ മുന്നിൽ ജനങ്ങളുടെ ശക്തി, സംഘടിത ശക്തി നിഷ്പ്രഭമാണെന്നാണോ പറഞ്ഞു വരുന്നത്? തൽക്കാലത്തേക്ക് നിഷ്പ്രഭമായിരിക്കും. പിന്നീട് അവരെ ഉണർത്തുപാട്ടുകൊണ്ട്, സ്വാതന്ത്ര്യഗാഥകളുടെ ഉണർത്തുപാട്ടുകൊണ്ട് അവരെ ഉണർത്തി സംഘടിപ്പിച്ചെടുക്കണം.
ഈ അടിയന്തരാവസ്ഥയുടെ ഉദാഹരണം എടുത്താൽ പോലും വെറും 19 മാസത്തിനുള്ളിൽ അത് പിൻവലിക്കേണ്ട മതിയല്ലോ, ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് മതിയല്ലോ. എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുകൾക്ക് അംഗഭംഗം വന്നു, എത്ര കുടുംബങ്ങൾ നിരാധാരമായി. ഇലക്ഷൻ വന്നപ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ജനങ്ങൾക്കൊരു അവസരം കിട്ടണം. ജനങ്ങൾക്ക് വെറുതെ അവസരം കിട്ടില്ല. എന്താണ് കാരണം? ജനങ്ങളുടെ താൽക്കാലികമായ വികാര പ്രകടനങ്ങളാണ്. അത് കഴിയുമ്പോൾ അവരവരുടെ ജീവിതത്തിലേക്ക് പോകും. അപ്പോൾ ആ താൽക്കാലികമായ വികാര പ്രകടനത്തെ ഒരായുധമാക്കി ദുർഭരണത്തിനെതിരെ ഉപയോഗിക്കണമെങ്കിൽ അതിന് പറ്റിയ നേതാക്കന്മാർ വേണം, അതിന് പറ്റിയ മന്ത്രവാക്യങ്ങൾ വേണം, അതിന് പറ്റിയ സ്വാതന്ത്ര്യ ഗാഥകൾ വേണം. അവരെ ഉദ്ബോധിപ്പിച്ച് സംഘടിപ്പിക്കണം. നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാലോ സംഘടിപ്പിക്കുമ്പോൾ അപ്പോഴും ലക്ഷ്യം നേടാൻ താമസമായി. നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ സംഘടന 2ആകും, സംഘടന 3ആകും, സംഘടന 4ആകും. കേരളത്തിൽ തന്നെ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത്? ലോകത്തിൽ തന്നെ എത്ര തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത്? എത്ര തരം കോൺഗ്രസ് പാർട്ടികളാണുള്ളത്? എങ്ങനെ വന്നു ഇതെല്ലാം? ഇത് ലക്ഷ്യമല്ല പ്രധാനമെന്ന് വരുമ്പോഴാണ്, അവനവൻ്റെ പ്രാമാണികതയാണ് പ്രധാനം എന്ന് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ വികാരപ്രകടനം താൽക്കാലികമായ ഒരു അപസ്മാരം മാത്രമാണ്. അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ല. അതിനെ ലക്ഷ്യബോധം നേടിയെടുക്കത്തക്ക വിധത്തിൽ, ലക്ഷ്യബോധത്തിലേക്ക് കൊള്ളത്തക്ക വിധത്തിൽ, ലക്ഷ്യബോധത്തിലേക്ക് എഴുതി വിടത്തക്ക വിധത്തിൽ ആ വികാരത്തെ ഒരു സ്ഥായിഭാവമാക്കി വളർത്തിയെടുക്കാനുള്ള നേതാക്കൾ വേണം. എന്നിട്ട് അവരെ സംഘടിപ്പിക്കണം. ആ ലക്ഷ്യബോധമുള്ളവരെയെല്ലാം, അതിലമർഷമുള്ളവരെയെല്ലാം സംഘടിപ്പിക്കണം. അങ്ങനെ സംഘടിപ്പിച്ചിട്ട് മാത്രമേ അതിനെ എതിർക്കാനൊക്കൂ. അങ്ങനെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സംഘടന ആവശ്യമില്ല താനും. പിന്നെ ആ സംഘടന വെച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കും സംഘടന നേതാക്കന്മാർ ആ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സംഘടന ഒരു ഇനവിറ്റബിൾ ഈവിളാണ്. സംഘടന വേണം, പക്ഷേ സംഘടന പിന്നീട് ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു എന്ന് വരാം. എല്ലാ സംഘടനകളും അങ്ങനെ പ്രവർത്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചരിത്രത്തെ അപഗ്രഥിക്കുമ്പോൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി സതുദ്ദേശത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട് സ്വരുക്കൂട്ടിയിട്ടുള്ള സംഘടനകളൊക്കെയും ചരിത്രത്തിൽ പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. ചരിത്രത്തിലെ ദുഷ്ടകഥാപാത്രങ്ങളായി സംസ്കാരത്തിനും ഭരണത്തിനുമെതിരായി, നന്മകൾക്കുമെതിരായി സംഘടനകൾ നിന്നതിൻ്റെ ദുരന്ത കഥയാണ് ചരിത്രത്തിന്, ലോകചരിത്രത്തിന്, എല്ലാ രാജ്യങ്ങളുടെയും ചരിത്രം കൊണ്ട് ആഖ്യാനം ചെയ്യാനുള്ളത്.